ഗുഡ് മോർണിംഗ് ഗായ്സ്. ഫുഡ് കഴിക്കാനുള്ള അതിയായ ആഗ്രഹത്തിൽ നമ്മൾ ചെന്നെത്തിയത് പുട്ടുകടയിലാണ്. അതേ ഗായ്സ്, ഈ കടയുടെ പേരാണ് പുട്ടുകട. ഇതിനു മുന്നേ നമ്മളിവിടെ വന്നിട്ടുണ്ട്, കുറച്ച് നാൾ മുന്നെയാണ്. ഇപ്പം ചില മാറ്റങ്ങളൊക്കെ കടയ്ക്ക് വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഒരു 3 മിനിറ്റോളം വെയിറ്റ് ചെയ്തു. സീറ്റൊക്കെ കിട്ടി. നമ്മൾ ഓരോരുത്തരും ഓരോ ഐറ്റമാണ് പറഞ്ഞത്. അപ്പോൾ അതെല്ലാം എനിക്ക് നിങ്ങൾ ട്രൈ ചെയ്ത് അഭിപ്രായം പറയാമല്ലോ. അപ്പോൾ അതിൽ ആദ്യം വന്നത് ഗോതമ്പ് പുട്ടും കടലക്കറിയും പപ്പടമാണ്. നല്ല കുറുകിയ കടലക്കറിയായിരുന്നു. അതിനെ കുഴച്ച് കഴിച്ചു നോക്കി. ഓക്കെയാണ്, കുഴപ്പമില്ല. അത് കഴിഞ്ഞിട്ട് അടുത്ത ഐറ്റം വന്നത് നല്ല അരിപ്പുട്ടും പയറും പപ്പടവും കൂടെ ഒരു വറ്റൽമുളക് വറുത്തതുമാണ്. അരിപ്പുട്ട് ഒരു രക്ഷയില്ല, ഒരു വികാരം തന്നെ. നല്ല സോഫ്റ്റ് പുട്ട്. അത് കഴിച്ചു നോക്കിയപ്പോൾ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. അതെൻ്റെ ഫേസിൻ്റെ എക്സ്പ്രഷൻ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അത്രയും നല്ല ഐറ്റം ആയിരുന്നു അത്. പക്ഷേ ഞാൻ ഓൾറെഡി ഓർഡർ ചെയ്തത് ഇഡ്ഡലി സാമ്പാറും ചമ്മന്തിയായിരുന്നു. കുഴപ്പമില്ല, നല്ലതായിരുന്നു. ഇഡ്ഡലിയൊക്കെ സോഫ്റ്റായിരുന്നു. പക്ഷേ എൻ്റെ മനസ്സിൽ ഞാനും അരിപ്പുട്ടും പയറും പപ്പടവും ഓർഡർ ചെയ്തില്ലല്ലോ എന്നൊരു വിഷമം ഉണ്ടായിരുന്നു. കാരണം അതിനത്ര ടേസ്റ്റായിരുന്നു. പിന്നെ കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാം. അടുത്ത പാത്രത്തിൽ നിന്നൊക്കെ ഞാനത് കൈയിട്ട് വാരി കഴിക്കുന്നുണ്ട്. അതുകൊണ്ട് മനസ്സിന് സമാധാനം. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. അവിടുന്ന് പിന്നെ കൈയൊക്കെ വാഷ് ചെയ്യാനായിട്ട് പോയി. അപ്പോഴാണ് അവിടെ ഒരു ഐറ്റം കൊടുക്കുന്നുണ്ട്, നല്ല ലൈവായിട്ട് ചൂടപ്പം ഉണ്ട്. അതൊക്കെ കണ്ടു. അതൊക്കെ കഴിഞ്ഞു നമ്മൾ ബില്ലൊക്കെ പേ ചെയ്യാനായിട്ട് പോയി. ബില്ലൊക്കെ പേ ചെയ്തു. ഈ കടയുടെ ലൊക്കേഷൻ വരുന്നത് നമ്മുടെ കഴക്കൂട്ടം കുളത്തൂർ ജംഗ്ഷനാണ്. ഈ കടയുടെ പേര് പുട്ടുകട എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങളെല്ലാവരും അവിടെ പോയി അരിപ്പുട്ടും പയറും വറ്റൽമുളകും പപ്പടമൊക്കെ കഴിച്ച് ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയണേ. ഓക്കെ, ബൈ.